ഇനി നമ്മൾ പോകുന്നത് മലപ്പുറം മങ്കടയിലേക്കാണ്. അവിടെയാണ് ഇന്നലെ 4 കുട്ടികൾ മരിച്ചത്. ദാരുണമായൊരു അപകട വിവരമായിരുന്നു അത്. ഇടിമിന്നലേറ്റ് മരിച്ച 4 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുകയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മങ്കട കോഴിക്കോട്ട് പറമ്പ് തസ്കർ ഓഡിറ്റോറിയത്തിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം മലയിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം. വെള്ളില മലയിൽ സ്വദേശികളായ റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവരാണ് ഇടിമിന്നലേറ്റ് മരിച്ചത്. പരിക്കേറ്റ 3 പേർ ചികിത്സയിലാണ്. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങളുമായി. ജംഷീർ, അതിദാരുണമായ തീരാവേദന ബാക്കിയാക്കിയ ഒരു ദുരന്തം. വലിയ സന്തോഷത്തോടുകൂടി വ്യൂ പോയിന്റ് കാണാൻ പോയ ആ കുട്ടികൾക്കിടയിലേക്കാണ് ഇടിമിന്നൽ വന്നു പതിച്ചത്. 4 പേർ തൽക്ഷണം മരിക്കുന്നു. 3 പേർ ഇപ്പോഴും ചികിത്സയിലുണ്ടെന്ന്, അവർക്ക് കാര്യമായ പരിക്കുണ്ടെന്നാണ് ഇന്നലെ പുറത്തു വന്നിരുന്ന വിവരം. അവരുടെ ആരോഗ്യാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? ഒപ്പം ഇന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പൊതുദർശനം എപ്പോഴത്തേക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഖബറടക്കവും സൈഫു, ഇപ്പോൾ ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പം മുമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 4 മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നാട്ടുകാരായിട്ടുള്ള ആളുകളും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പം നേരത്തെ 7 മണിക്കാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഇവിടെ അല്പം വൈകിട്ടുണ്ട്. ഇപ്പം അല്പം മുമ്പാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇനി 4 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റും പൂർത്തിയാക്കിയതിനു ശേഷം ഇവിടെ നിന്ന് കൊണ്ടുപോകും. നേരത്തെ അറിയിച്ചിരുന്നത് 10 മണിയോടെ ടാസ്കറിൽ, അതായത് പൊതുദർശനത്തിന് വെക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അതിൽ സമയത്തിൽ മാറ്റം ഉണ്ടാകും. കാരണം നേരത്തെ 7 മണിക്കായിരുന്നു പോസ്റ്റ്മോർട്ടം പറഞ്ഞിരുന്നത്, പക്ഷേ ഒരല്പം വൈകിയിട്ടുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും പൊതുദർശനത്തിന് വെക്കുക. അതിനുശേഷം ഖബറടക്ക ചടങ്ങുകളും മറ്റും ഒക്കെ നടക്കുമെന്നുള്ളതാണ്. ഇപ്പം ഈ അവിടുത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ള നാട്ടുകാരും ആളുകളൊക്കെ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു തുടങ്ങി. ഒരാളത് തുടങ്ങി, 3 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം 4 ഒരു മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് കഴിയും. അത് കഴിഞ്ഞ് ഒന്ന് ഇവിടുന്ന് കുളിപ്പിക്കും. 3 മുട്ടിപ്പാലത്തിൽ നിന്ന് കുളിപ്പിച്ചിട്ട് ഒന്നിച്ച് തസ്കർ ഓഡിറ്റോറിയത്തിനാണ് കാണിക്കാൻ വെക്കുന്നത്. ഏകദേശം എത്ര മണിയോടെ? ഒരു 10:30 മണിയോടുകൂടി കഴിയും. 10:30 മണി കഴിഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്ര സമയം നമ്മൾ പൊതുദർശനം? അതൊരു 1.5 മണിക്കൂർ ഉണ്ടാവും. കാരണം ജനങ്ങൾ കൂടുതലുണ്ടായത് കൊണ്ട് 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ നടത്തേണ്ടതാണ്. അതിനുശേഷം ഖബറടക്കം ഒരുമിച്ച് ചെയ്യും. 4 പേർക്ക് ഒരുമിച്ച് ചെയ്യാൻ ഒരു പള്ളി തന്നെയാണ്. ആ പള്ളിയിൽ 4 ആൾക്ക് ഒന്നിച്ചാണ് ഖബറടക്കം ചെയ്യുക. മലയിൽ പള്ളി എന്നാണ് ഒക്കെ അയൽവാസികളും സുഹൃത്തുക്കളും. ഒരു 18 വയസ്സ് 20 വയസ്സായ ചെറുക്കന്മാരാണ് ഈ മരണപ്പെട്ടത്. നമ്മൾ നാടിന് ദുഃഖത്തിലാണ്, വളരെ ദുഃഖത്തിലാണ്. ഇങ്ങനൊരു സംഭവം നമുക്കിങ്ങനെ ഇത്രയും ചെറുപ്പക്കാരായ ആളുകൾ മരണപ്പെട്ടതിൽ വളരെ ദുഃഖത്തിലാണ്. ഞങ്ങളുടെ നാട് ഒട്ടാകെ വളരെ വിഷമത്തിലാണ്. അവർക്ക് സുഖമാണ്. അവർ ഇന്ന് മൗലാന ഹോസ്പിറ്റലിലാണ് 3 പേരുള്ളത്. അവർക്ക് സുഖമാണ്, അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. അല്ല, അവരിതിപ്പോൾ തരണം ചെയ്ത് വരുന്നുണ്ട്. അവർ രാവിലെ ചായ കുടിച്ചു എന്നാണ് ഇന്നലെ ഞങ്ങൾ പോയത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് കേട്ടത്. ഏതായാലും സൈഫു, മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോയി പൊതുദർശനത്തിന് വെക്കും. അവിടെ 1.5 മണിക്കൂർ സമയം പൊതുദർശനമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആളുകൾ കൂടുതൽ വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സമയക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്നാണ്. പിന്നീട് വെള്ളിലയിലെ ജുമാ മസ്ജിദിൽ തന്നെയാണ് ഖബറടക്കം നടക്കുക. അതായത് ഈ കുട്ടികളെല്ലാവരും തന്നെ അയൽവാസികളാണ്, നാട്ടുകാരാണ്. അവർ ഇതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ ഈ മലമുകളിൽ കാറ്റ് കൊള്ളാനൊക്കെ പോകുന്നതാണ്. അതൊരു വ്യൂ പോയിന്റ് കൂടിയാണ്. പല ആളുകളും വൈകുന്നേരങ്ങളിലൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാനും മറ്റൊക്കെ അവിടെ വരുന്നതാണ്. അങ്ങനെ ആ കുട്ടികൾ പോയതാണ്. പക്ഷേ അതിദാരുണമായ ഒരു സംഭവമായി പോയി അത് എന്നുള്ളതാണ്. ഏതായാലും പരിക്കേറ്റ 3 കുട്ടികൾ, നേരത്തെ അവർ ഇവിടെ ഇങ്ങോട്ടായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അവരിപ്പോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. എന്നാൽ അവരുടെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതിയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒരു കുട്ടിക്കായിരുന്നു കൂടുതലായി പരിക്കുണ്ടായിരുന്നെന്ന് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ആ കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഏതായാലും വലിയ സങ്കടത്തിലാണ് ഈ നാട്, വെള്ളില എന്ന് പറയുന്നത്. തീർച്ചയായും വലിയ സങ്കടം ഉണ്ടാക്കുന്ന അയൽവാസികളായ കുട്ടികളാണല്ലോ. ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. ഒരുമിച്ച് തോളിൽ കൈയിട്ട് സ്കൂളിലും മദ്രസയിലും ഒക്കെ പോയി ഒരുമിച്ച് വളർന്നവരാണ്. ഒരുമിച്ച് വ്യൂ പോയിന്റിൽ വൈകുന്നേരം ഇരിക്കാൻ പോയവരാണ്. അവരെ തേടി എത്തിയത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒരു വിധിയാണ്. അതിൽ 3 കുട്ടികൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവർക്കെങ്കിലും വേഗത്തിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയട്ടെ.